വി മൈറ്റ് ഹാവ് ലോസ്റ്റ് ദ ബാറ്റിൽ ബട്ട് നോട്ട് ദ വാർ. നമ്മുടെ സ്വാതന്ത്ര്യവും ഭരണഘടനയും തുല്യതയും സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിൽ താൽക്കാലിക തിരിച്ചടി ഉണ്ടായിരിക്കാം. എന്നാൽ ലക്ഷ്യം കാണുന്നതുവരെ കോൺഗ്രസിന്റെ പോരാട്ടം തുടരും. അന്തിമ വിജയം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനായിരിക്കും, ഇന്ത്യക്കായിരിക്കും. സന്ദീപ് വാര്യർ ഇന്ന് ബീഹാറിലെ ഈ പറയുന്ന തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അദ്ദേഹം പങ്കുവെച്ച ഒരു കുറിപ്പാണ് ഞാൻ വായിച്ചത്. അപ്പോ ബീഹാറിലെ കോൺഗ്രസ് തോറ്റു, NDA മുന്നണി അധികാരത്തിലെത്തി. വളരെ വ്യക്തമായ അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ച കാര്യം തന്നെയാണ് ബീഹാറിൽ സംഭവിച്ചിരിക്കുന്നത്. ബീഹാറിൽ മറിച്ചൊരു റിസൾട്ട് ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചിരുന്നുവെങ്കിലും ഒരിക്കലും അത് ഉണ്ടാവില്ല എന്നുള്ള കാര്യം ഉറപ്പു തന്നെയായിരുന്നു. കാരണം ബീഹാറിൽ വോട്ടിംഗ് നടന്നതും വോട്ട് കഴിഞ്ഞിട്ടുണ്ടായ സംഭവ വികാസങ്ങളും ഒക്കെ അതിനെ നമ്മളെ മുന്നിലേക്ക് എത്തിച്ചു തരുന്നതാണ്. ബീഹാറിലെ ആദ്യഘട്ട വോട്ടിംഗ് കഴിഞ്ഞു. ആ വോട്ടിംഗ് കഴിഞ്ഞതിന് ഉടനെ ഡൽഹിയിൽ വലിയ ഒരു സ്ഫോടനം ഉണ്ടാകുന്നു. മാധ്യമങ്ങളും ഇന്ത്യയുടെ എല്ലാ പൗരന്മാരുടെയും ശ്രദ്ധ ഡൽഹിയിലെ സ്ഫോടനത്തിന് തൊട്ടു പുറകെ പോകുമ്പോഴാണ് ബീഹാറിൽ എന്താ സംഭവിക്കുന്നത്? ബീഹാറിൽ സംഭവിക്കുന്നത് സ്ട്രോങ് റൂമുകളുടെ CCTVകൾ ഓഫ് ആകുന്നു. സ്ട്രോങ് റൂമുകളിലേക്ക് രാത്രി നട്ടപ്പാതിര സമയത്ത് പുറത്തു നിന്ന് EVM മെഷീനുകളുമായി നിറച്ച വണ്ടികൾ, ട്രക്കുകൾ എത്തുന്നു സ്ട്രോങ് റൂമുകളിലേക്ക്. അതിനപ്പുറം ഈ വോട്ടെടുപ്പ് കഴിഞ്ഞ ദിവസം തന്നെ അന്ന് വൈകുന്നേരമാകുമ്പോൾ ഈ VVPAT സ്ലിപ്പുകളൊക്കെ ബീഹാറിലെ റോഡരികിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തുകയും ചെയ്യുന്നു. ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ അതോടൊപ്പം കൂട്ടി വായിക്കേണ്ടത് രണ്ടാം ഘട്ട വോട്ടെടുപ്പ് കൂടി കഴിഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് വലിയ ഒരു എക്സിറ്റ് പോൾ ഫലം പുറത്തു വരുന്നത്. ആ എക്സിറ്റ് പോൾ ഫലങ്ങൾ അത്രയും NDAക്ക് വലിയ വ്യക്തമായ മുൻതൂക്കം അല്ലെങ്കിൽ ഭൂരിപക്ഷം പ്രവചിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതൊക്കെ പ്ലാനുകളും തിരക്കഥകളും ഒക്കെ മുൻപേ രചിക്കപ്പെട്ടതാണ്. എക്സിറ്റ് പോൾ ഫലങ്ങൾ എന്തിനാണ് അത്തരത്തിൽ പുറത്തു വരുന്നത് എന്ന് ചോദിച്ചാൽ ഈ കള്ളക്കളികളൊക്കെ മറച്ചു പിടിക്കാൻ, അതിനൊരു പിൻബലം ഉണ്ടാകാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വിടുന്നത് എന്നുള്ളതാണ്. 65 ലക്ഷത്തിലധികം വരുന്ന ബീഹാറുകാരായ ആളുകളെ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് വെട്ടിമാറ്റിക്കൊണ്ടാണ് ബീഹാറിലെ തെരഞ്ഞെടുപ്പ് തന്നെ തുടങ്ങിയത് എന്നുള്ളതും വളരെ ശ്രദ്ധേയമാണ്. ഇന്നിപ്പോ അവിടെ CPMന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ദിവാങ്കർ ഭട്ടാചാര്യ, CPI MLന്റെ നേതാവായിട്ടുള്ള ദിവാങ്കർ ഭട്ടാചാര്യ ഇന്നൊരു വളരെ വ്യക്തമായ ഒരു കാര്യം പറയുന്നുണ്ട്. SIRന് ശേഷം അന്തിമ വോട്ടർ പട്ടികയിൽ ഉണ്ടായിരുന്നത് 7,42,00,000 ആളുകളാണ്. എന്നാൽ രണ്ടാം ഘട്ട വോട്ടെടുപ്പും കൂടി കഴിഞ്ഞ് പോളിംഗ് കഴിഞ്ഞതിന് ശേഷം ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞത് അവിടെ 7,40,50,000 വോട്ടർമാരാണ് ഉള്ളത്. 45,000 എന്ന് പറഞ്ഞാൽ 7,42,000 നിന്ന് 7,40,50,000 വോട്ടർ പട്ടികയിൽ 7,42,000. പക്ഷേ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ അത് 7,40,50,000 വോട്ടർമാരായി മാറി എന്നുള്ളതാണ് ബീഹാറിന്റെ ഒരു ചരിത്രം എന്ന് പറയുന്നത്. ഈ 3 ലക്ഷം അധികം ആളുകൾ എവിടെ നിന്ന് വന്നു എന്നതിനെ കുറിച്ച് യാതൊരു വിധത്തിലുള്ള അറിവുമില്ല. അതിനെക്കുറിച്ച് ഈ പറയുന്ന SIR നടത്തിയിട്ടും അവസാനഘട്ട വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചിട്ടും അവിടെയും 7,42,000 വോട്ടർമാർ, 7,42,00,000 വോട്ടർമാരുണ്ടായ ബീഹാറിൽ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ 7,45,00,000 വോട്ടർമാരായിട്ട്, അതായത് 3 ലക്ഷം വോട്ടർമാരുടെ അധികം വരുന്നു. ഇനി ഈ പറഞ്ഞ NDA സഖ്യം വിജയിച്ച മണ്ഡലങ്ങളിൽ നിങ്ങളൊന്ന് എടുത്ത് പരിശോധിച്ച് നോക്കുക. ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റുകളിൽ കയറിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അതിൽ ഒരു 100-ലേറെ വരുന്ന സ്ഥാനാർത്ഥികളും വിജയിച്ചിരിക്കുന്നത്, NDA മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ വിജയിച്ചിരിക്കുന്നത് 1000-ൽ താഴെയുള്ള വോട്ടുകൾക്കാണ്. എന്ന് പറഞ്ഞാൽ 100 × 1000 നിങ്ങളൊന്ന് കൂട്ടി നോക്ക്, എത്രയായി? 100 × 1000 എന്ന് പറഞ്ഞാൽ 1 ലക്ഷം വോട്ട്. ബീഹാറിൽ SIR നടത്തിയിട്ടും അവസാനഘട്ട വോട്ടർ പട്ടികയിൽ ഉണ്ടായിരുന്ന ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് 7,42,00,000. പക്ഷേ വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോൾ അത് 7,45,00,000 മാറുന്നു. എന്ന് പറഞ്ഞാൽ 3 ലക്ഷം ആളുകൾ എവിടെ നിന്ന് വന്നു എന്നുള്ളതിനെ കുറിച്ച് യാതൊരു അറിവുമില്ല. അവിടെയാണ് 100-ലധികം മണ്ഡലങ്ങളിൽ NDAയുടെ സ്ഥാനാർത്ഥികൾ വിജയിക്കുന്നത് വെറും 1000-ൽ താഴെയുള്ള വോട്ടിന്റെ ഭൂരിപക്ഷം.
അവിടെയാണ് ബീഹാറിലെ SIRന് ശേഷമുണ്ടായ വോട്ടേഴ്സ് ലിസ്റ്റിൽ 7,42,00,000 ഉണ്ടായ ആളുകൾ ആ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അത് 7,07,45,00,000 ആളുകളായി മാറുന്നു എന്ന് പറയുന്ന ഈ 3 ലക്ഷം ആളുകളുടെ വേരിയേഷൻ വലിയ വിഷയമാകുന്നത്. ഇതൊന്നും നമ്മുടെ രാജ്യത്ത് ഒരു വലിയ വിഷയമാകാനോ അല്ലെങ്കിൽ ഇതൊക്കെ ഒരു നിയമ നടപടികളിലേക്ക് കടക്കുവാനോ ഉള്ള സാധ്യതകളൊന്നുമില്ല. ഇവിടെ ഈ പറയുന്ന ജനാധിപത്യത്തെ തിരിച്ചു പിടിക്കാൻ കഴിയില്ല, കോൺഗ്രസിനെ കൊണ്ട് കഴിയില്ല എന്നുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി ഫയൽസ് എന്ന് പറഞ്ഞുകൊണ്ട് ഹരിയാന ഇലക്ഷനുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തെളിവ് സഹിതം പുറത്തുവിട്ടപ്പോൾ നമ്മളെല്ലാവരും അതിനെ കണ്ടിട്ട് ഞാൻ പറഞ്ഞ കാര്യമാണ്, കോൺഗ്രസ് ഈ പറയുന്ന ജനാധിപത്യത്തെ തിരിച്ചു പിടിക്കാൻ കോൺഗ്രസിന് കഴിയില്ല. കാരണം ഈ പറയുന്ന ഇലക്ഷൻ കമ്മീഷൻ, ഇന്ത്യ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രക്രിയകളെ നിയന്ത്രിക്കുന്ന ഇലക്ഷൻ കമ്മീഷൻ ഈ പറയുന്ന നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും കുഴലൂത്തുകാരായി മാറിയിരിക്കുന്നു എന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയണം. അത് തിരിച്ചറിഞ്ഞിട്ട് നമ്മൾ ഇത്തരത്തിൽ ഒരു ഇലക്ഷൻ ജനാധിപത്യ രീതിയിൽ നടക്കുമെന്ന് ആഗ്രഹിക്കാൻ പാടുകയുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോ അതില്ലാത്ത കാലത്തോളം ഒരു ഇലക്ഷൻ ജനാധിപത്യ രീതിയിൽ നടക്കുമെന്ന് ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കരുത്. നമ്മൾ ഇന്നലെ മുതൽ കഴിഞ്ഞ ഈ ബീഹാറിലെ ഇലക്ഷൻ 2ാം ഘട്ട വോട്ടെടുപ്പ് കഴിഞ്ഞതിന്റെ തൊട്ടടുത്ത ദിവസങ്ങളിൽ അന്ന് രാത്രി പോലും നമ്മൾ വാർത്താ മാധ്യമങ്ങളിലൂടെ വീഡിയോ ദൃശ്യങ്ങളിലൂടെ നമ്മൾ കണ്ടതാണ്. സ്ട്രോങ് റൂമുകളിലേക്ക് EVM മെഷീനുകൾ നിറച്ച ട്രക്കുകൾ പാഞ്ഞു കയറുന്നു. സ്ട്രോങ് റൂമുകളിലെ CCTVകൾ നിശ്ചലമാകുന്നു, പ്രവർത്തനരഹിതമാകുന്നു. ഇതൊക്കെ വിരൽ ചൂണ്ടുന്നത് എങ്ങോട്ടാണ്? ബീഹാറിലെ ഇലക്ഷൻ കഴിഞ്ഞ അന്ന് റോഡരികിൽ VVPAT സ്ലിപ്പുകൾ റോഡരികിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തുന്നു. ഇതൊക്കെ എവിടേക്കാണ് ചൂണ്ടുന്നത്? അതും പോരാഞ്ഞിട്ട് SIR നടത്തി വോട്ടേഴ്സ് ലിസ്റ്റ് പരിഷ്കരിച്ച ബീഹാറിൽ വോട്ടെടുപ്പിന് തൊട്ടു മുൻപ് വരെ വോട്ടേഴ്സ് ലിസ്റ്റിലുള്ള ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് 7,42,00,000. പോളിംഗ് കഴിഞ്ഞ് നോക്കുമ്പോൾ 7,45,00,000, 3 ലക്ഷത്തിലധികം ആളുകളുടെ വർധനവുണ്ടായിരിക്കുന്നു. എവിടെ നിന്നാണ് ഈ ആളുകൾ വന്നിരിക്കുന്നത്? അവിടെയും നിങ്ങൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ പറഞ്ഞ ബീഹാറിലെ 100-ലധികം സീറ്റുകളിൽ NDA വിജയിച്ചിരിക്കുന്ന 100-ലധികം സീറ്റുകളിൽ NDAയുടെ ഭൂരിപക്ഷം എന്ന് പറയുന്നത്, മാർജിൻ എന്ന് പറയുന്നത് 1000 വോട്ടുകൾക്ക് താഴെ. അത് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമാണല്ലോ. അപ്പോ നമ്മൾ രാഹുൽ ഗാന്ധിയെയോ കോൺഗ്രസിനെയോ ഒന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അടിമകൾക്ക് ഇങ്ങനെ ന്യായീകരിക്കാൻ അല്ലെങ്കിൽ തെറി വിളിക്കാൻ രാഹുലെങ്കിലും ഉണ്ട് എന്നുള്ള കാര്യം അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമാണ്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ രാജ്യത്ത് ഇപ്പോ ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോ ഈ രാജ്യം നേരിട്ട വലിയ ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് അത് കോൺഗ്രസിന്റെ തോൽവിയല്ല, അത് ജനാധിപത്യത്തിന്റെ തോൽവിയാണ് എന്നുള്ള തിരിച്ചറിവ് നമ്മൾക്കുണ്ടാകണം. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി, വിവേകം, കോമൺ സെൻസ് അറ്റ്ലീസ്റ്റ് അതെങ്കിലും നമ്മൾക്ക് ഉണ്ടാവണം എന്ന് മാത്രമേ ഈ കാര്യത്തിൽ പറഞ്ഞു വെക്കാനുള്ളൂ. അതിനപ്പുറത്തേക്ക് ഒന്നും പറയാനില്ല. പോരാട്ടം മുന്നിൽ നിന്ന് നയിച്ച ഒരു പാവം സാധുവായ മനുഷ്യൻ, അയാൾ തോറ്റുപോയി. തോൽക്കട്ടെ, അയാൾക്കെന്താ? അയാൾക്കൊന്നും നഷ്ടപ്പെടാനില്ല. പക്ഷേ ഈ രാജ്യത്തിന് നഷ്ടപ്പെടാനുണ്ട്. നമ്മൾക്ക് ഓരോരുത്തർക്കും നഷ്ടപ്പെടാനുണ്ട്. RSSന് അടിമപ്പണി ചെയ്യുന്ന പിണറായി വിജയനൊന്നും നഷ്ടപ്പെടാനില്ല. പിണറായിയുടെ അടിമകൾക്കും ഒന്നും നഷ്ടപ്പെടാനില്ല. RSSന്റെ കുഴലൂത്തുകാരായി RSSന്റെ ഏജന്റായി പ്രവർത്തിക്കുന്ന സഖാക്കൾക്കും ഒന്നും നഷ്ടപ്പെടാനില്ല. പക്ഷേ ഈ രാജ്യത്തെ മതേതര വിശ്വാസികൾക്കാണ് നഷ്ടങ്ങൾ ഒക്കെ എന്നുള്ള കാര്യം മാത്രം നമുക്ക് തിരിച്ചറിവുണ്ടാകുക. അത്രയേ ഈ കാര്യങ്ങളിൽ പറയാനുള്ളൂ. പിന്നെ സന്ദീപ് വാര്യർ പറഞ്ഞതുപോലെ കോൺഗ്രസ് പരാജയപ്പെട്ടത് തന്നെയാ, അത് പ്രതീക്ഷിച്ചതും തന്നെയാ. കോൺഗ്രസ് വിജയത്തിലേക്ക് കയറി വരുമെന്ന് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. അതിന് എൻ്റെ മുന്നിൽ തെളിവുകളായിട്ട് ഈ പറയുന്ന VVPAT സ്ലിപ്പുകൾ മുന്നിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് 1ാം ഘട്ടം കഴിഞ്ഞപ്പോൾ ഒരു ബോംബ് ഡൽഹിയിൽ പൊട്ടിയിരുന്നു. 2ാം ഘട്ടം കഴിയുന്നതോടുകൂടി സ്ട്രോങ് റൂമുകളിലെ CCTVകൾ നിശ്ചലമായിരുന്നു. ആ ദിവസങ്ങളിൽ തന്നെ ആ സ്ട്രോങ് റൂമുകളിലേക്ക് പുറത്തുനിന്ന് EVM മെഷീനുകൾ കുത്തി നിറച്ച ട്രക്കുകൾ ആ സ്ട്രോങ് റൂമുകളിലേക്ക് എത്തിയിരുന്നു. ഈ പറയുന്ന മെഷീനുകളൊക്കെ ആ സ്ട്രോങ് റൂമുകളിലേക്ക് കയറ്റി വെച്ചും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ വാർത്തകളൊക്കെ കണ്ട ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്കൊരിക്കലും കോൺഗ്രസ് തിരിച്ചു വരും എന്നുള്ള ഒരു പ്രതീക്ഷയും എന്നിലുണ്ടായിരുന്നില്ല. അത്രയേ ഉള്ളൂ കാര്യങ്ങൾ. അവിടെ നമ്മുടെ എല്ലാ പ്രതീക്ഷകളും അത് നമ്മൾ പ്രതീക്ഷിച്ചതാണ്. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത്,
രാഹുലിന്റെ ചെരുപ്പായി, രാഹുലിന്റെ മുന്നണിയായി, രാഹുലിന്റെ കൂടെ, രാഹുലിന്റെ അനുയായി നിന്ന MA ബേബി സഖാവിന്റെ അടിമകൾ, കേരളത്തിലെ അടിമകൾ രാഹുലിനെ പരിഹസിക്കാനും രാഹുലിനെ കളിയാക്കാനും രാഹുലിനെ തെറി വിളിക്കാനും ഒക്കെ മുന്നിൽ നിന്ന് ഇങ്ങനെ RSSകാരനെ പോലെ മുന്നിൽ നിന്ന് നയിക്കുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കോ, തോറ്റത് രാഹുലല്ല. നഷ്ടപ്പെടാൻ രാഹുലിനൊന്നുമില്ല. കാരണം അയാൾക്ക് നഷ്ടപ്പെടാനുണ്ടായിരുന്നത് മുമ്പേ നഷ്ടപ്പെട്ടതാണ്. അയാളുടെ ഫാദറും അയാളുടെ പിതാവും അയാളുടെ മുത്തശ്ശിയും ഈ രാജ്യദ്രോഹികളുടെ തോക്കിന് മുന്നിൽ ജീവിതം അവസാനിപ്പിച്ചവരാണ്. അപ്പോൾ അയാൾക്ക് നഷ്ടപ്പെടാൻ മറ്റൊന്നുമില്ല. നഷ്ടം മൊത്തം ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തിനാണ്, ഈ രാജ്യത്തിന്റെ മതേതരത്വത്തിനാണ്, ഈ രാജ്യത്തിന്റെ ഭരണഘടനക്കാണ് നഷ്ടങ്ങൾ ഉണ്ടായത് എന്നുള്ള അത് മനസ്സിലാക്കാനുള്ള തിരിച്ചറിവെങ്കിലും അടിമകൾക്ക് ഉണ്ടായാൽ മതിയായിരുന്നു. ഇവർക്ക് ആ തിരിച്ചറിവ് ഉണ്ടാകണമെന്നൊരിക്കലും ഞാൻ പറയില്ല. കാരണം രാജാവിന്റെ തീട്ടം നക്കുന്ന ഈ നാറികൾക്ക് എന്ത് തിരിച്ചറിവ്, എന്ത് ബുദ്ധി, എന്ത് കോമൺ സെൻസ്?